നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. വീടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഷെഹന എന്ന 31 വയസ്സുകാരിയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിൽ ശരീരമാസകലം മുറിവേറ്റ രീതിയിലായിരുന്നു. രക്തം വാർന്ന നിലയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന വ്യക്തിയാണ് ഈ യുവതി. ഷെഹന മരിക്കുന്ന സമയം ഒരു സുഹൃത്തും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകളേറ്റ പാടുണ്ടായിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ വീട്ടിൽ നിന്നും വലിയൊരു ബഹളം കേൾക്കുന്നു. അയൽവാസികൾ പിന്നാലെ നാട്ടുകാരടക്കമുള്ളവർ ഓടിയെത്തുന്നു. നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് പോലീസെത്തി വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആരോപണമുയരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളെന്നും പോലീസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരികയുള്ളൂ. നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കും. അതേസമയം ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കൊന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. വിശദമായി നോക്കാം. കോടതിയിൽ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി നോക്കാം. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ്. ഈ കേസിൽ കഴിഞ്ഞ ദിവസം കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയുണ്ടായി. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കൊന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ഇപ്പോൾ ഈ കോടതിയിൽ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. അതായത് ചെന്താമര കോടതിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് താൻ മഹാത്മാഗാന്ധിയൊന്നുമല്ല, തന്നെ തൂക്കിക്കൊല്ലണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലും എന്നതടക്കമുള്ള വീരവാദങ്ങൾ ചെന്താമര കഴിഞ്ഞ ദിവസം കോടതിയിൽ മുഴക്കി. വിധി പ്രസ്താവനത്തിനിടെ കോടതിയുടെ ചോദ്യങ്ങളോട് ചെന്താമരയുടെ പ്രതികരണം ആശങ്കയുണ്ടാക്കുന്നതാണ്. പ്രതിക്ക് മാനസിക പ്രശ്നമില്ല എന്ന് ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ടുണ്ട്. ഇതേക്കുറിച്ച് ചെന്താമരയോട് ചോദിച്ചപ്പോൾ മാനസിക പ്രശ്നം ഉണ്ടെന്ന് ആര് പറഞ്ഞു എന്നായിരുന്നു പ്രതി കോടതിയോട് തിരിച്ചു ചോദിച്ചത്. നിങ്ങൾ ഇനിയും കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കുറ്റബോധമില്ലെന്നും പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ടിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോഴേ രക്തം മരവിപ്പിക്കുന്ന മറുപടിയാണ് കോടതിക്ക് മുന്നിൽ ചെന്താമര നൽകിയത്. നിങ്ങൾക്ക് വരുമ്പോഴേ അറിയൂ, ഞാനായിട്ടൊന്നിനും പോകില്ലെന്നും പക്ഷേ ഇങ്ങോട്ട് വന്നാൽ വിടില്ലെന്നുമായിരുന്നു കൂസലില്ലാതെ ചെന്താമരയുടെ മറുപടി. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജി അല്ലെന്നും ഇങ്ങോട്ട് വന്നാൽ, അതായത് ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാൽ അവരെ വിടില്ലെന്നും വീണ്ടും കോടതിയെ വെല്ലുവിളിക്കുകയുണ്ടായി ചെന്താമര. അക്ഷരാർത്ഥത്തിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് ചെന്താമരയ്ക്കുള്ളത്. കൊടും ക്രൂര കൊലപാതകങ്ങൾ ചെയ്തു, 2 കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ ഇല്ലാതാക്കി. എന്നിട്ടും ചെന്താമരയ്ക്ക് കലി അടങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കഴിഞ്ഞ ദിവസം വിധി. 2025 ജനുവരി 27 അതിദാരുണമായ സംഭവം. അയൽവാസിയായിരുന്ന സജിതയെ കൊന്ന് ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തിയതാണ് സുധാകരന്റെ ലക്ഷ്മിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് കോടതി നേരത്തെ ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. 2ാമത്തെ കൊലപാതകത്തിന് ശേഷം കൊടുംക്രൂരനായ ചെന്താമര എന്ന കൊലയാളി ഒളിവിലിരിക്കെ പിടിയിലായി. നെന്മാറ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വിശക്കുന്നുണ്ട്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. കോഴി ഇറച്ചി കൂട്ടി ചോറ് വേണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ചെന്താമരയ്ക്ക് ആവശ്യം പോലീസ് സാധിച്ചു കൊടുത്തു. ജനുവരി 28 രാത്രി 11ഓടെ പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ ഫെബ്രുവരി 5 തെളിവെടുപ്പ്. തുടർന്ന് ഫെബ്രുവരി 18 ചെന്താമരയുടെ മുൻ കൊലക്കേസിലെ ജാമ്യം കോടതി റദ്ദാക്കി. ആദ്യ കൊലക്കേസിൽ കുറ്റപത്രം വൈകിച്ചതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായാണ് വീണ്ടും കൊലയ്ക്ക് വഴിയൊരുക്കിയത്. ചെന്താമര പുറത്തിറങ്ങിയാൽ തങ്ങൾ കൊല്ലപ്പെടുമെന്ന് പിന്നീട് കൊല്ലപ്പെട്ട പോലീസിൽ പരാതിപ്പെട്ടപ്പോഴും പോലീസ് അത് മുഖവിലക്കെടുത്തില്ല. 2ാമത്തെ ഇരട്ട കൊലപാതകം വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. സജിത വധക്കേസ് വിചാരണ വേളയിൽ ചെന്താമരയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്നായിരുന്നു അയാളുടെ അഭിഭാഷകന്റെ വാദം. എന്നാൽ ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ഇയാൾ കുറ്റവാസനയുള്ള ആളാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു. ചെന്താമരയുടെ മാനസിക നില ശരിയല്ലെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം തള്ളിയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ചെന്താമരയുടെ മാനസിക ശാരീരിക നിലകളെപ്പറ്റി ജില്ലാ പ്രൊബേഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത്.
കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ചെന്താമര മാനസിക സ്ഥിരതയുള്ള ആളാണെന്നും ശാരീരികമായി ആരോഗ്യവാനാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ കടുത്ത അന്ധവിശ്വാസിയാണ്. ജയിലിൽ ചെന്താമര സഹതടവുകാരുമായി സഹകരണമില്ല, ഇടപെടലില്ല. കുറ്റവാസനയുള്ള ചെന്താമര ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്നും അയാളെ ഭയന്ന് പലരും ബോയിൻ കോളനിയിൽ നിന്ന് താമസം മാറിപ്പോയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലയിൽ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകാനാണ് സാഹചര്യ തെളിവുകളും സാധ്യതയും. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ കാടും മലയും പുഴയും താണ്ടിയുള്ള പരിശോധനകൾക്കും ഒടുവിലാണ് പിടികൂടിയത്. രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രതി. കേസിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചെന്താമര നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിച്ചില്ലെന്നും പ്രതിയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന വീട്ടുകാരുടെ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും ADGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. അറസ്റ്റിലായപ്പോൾ ഒരു പതർച്ചയുമില്ലാതെയാണ് പ്രതിയുടെ മൊഴി. ഇരട്ടക്കൊലക്കേസിൽ മാർച്ച് 3 കേസിലെ പ്രധാന സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തി. മാർച്ച് 25 പോലീസ് 450 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. 132 സാക്ഷികൾ, 30-ലധികം രേഖകൾ, ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ എന്നിവയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെയായിരുന്നു വിചാരണ. കേസിൽ വിസ്തരിച്ച സാക്ഷികളിൽ 4 പേർ കൂറുമാറി. എന്തായാലും ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. ശിക്ഷ ഉടനുണ്ടാകും. വിധി പ്രഖ്യാപനത്തിനിടയിലും കോടതിയുടെ ചോദ്യങ്ങളോട് ചെന്താമരയുടെ പ്രതികരണം ആശങ്കയുളവാക്കുന്നതായിരുന്നു. പലരും ചോദിച്ചു പോകും, എന്താണ് ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ എന്നത്? ഇത്തരം മനുഷ്യരിൽ നിന്ന് സമൂഹം എങ്ങനെ രക്ഷപ്പെടും? ചെന്താമരയുടെ അടങ്ങാത്ത പക, ഒടുങ്ങാത്ത പ്രതികാര ബുദ്ധി, നിയമത്തിന്റെ ശിക്ഷ കൊണ്ട് മാത്രം ഇതൊന്നും മാറില്ല. ഇനിയും സമൂഹത്തിൽ ഇതുപോലത്തെ ചെന്താമരമാരുണ്ടാകും. പക്ഷേ ചെന്താമരകളെ സൃഷ്ടിക്കാതിരിക്കാനും എല്ലാവരും നോക്കേണ്ടതുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം കുറ്റവാളികൾ കൊടും ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കുമ്പോൾ സർക്കാരും പോലീസും തീർത്തും നിസ്സഹായരാണോ എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമാണ്. പോലീസ് അന്വേഷണത്തിൽ മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകളും കോടതി വിസ്താരങ്ങളും പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവ്രമായ പ്രതികാര ബുദ്ധിയും ഒബ്സസീവ് സ്വഭാവമുള്ള കടുത്ത ആസൂത്രണ രീതിയുമുള്ള ഒരു കുറ്റവാളിയുടെ മനഃശാസ്ത്രമാണ് ചെന്താമരയ്ക്കുള്ളത്. തനിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടികൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മാനസികാവസ്ഥ, തിരസ്കാരങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല, നിയമവ്യവസ്ഥയോടുള്ള ഭയമില്ലായ്മ എന്നിവയിൽ നിന്നാണ് ഇയാളുടെ പ്രവൃത്തികൾ വ്യക്തമാകുന്നത്. അകാരണമായ സംശയമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാണെന്നൊരു ചിന്തയുണ്ട്. തൻ്റെ തകർച്ചയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക തീവ്രമായ മാനസികാവസ്ഥയാണത്. ചെന്താമരയ്ക്കും അത്തരത്തിലൊരു മാനസികാവസ്ഥയാണുള്ളത്. സ്വന്തം ദാമ്പത്യ ജീവിതം തകർന്നപ്പോൾ അതിന് കാരണം തന്നെ വീഴ്ചകളാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അയൽക്കാരാണ് ഇതിന് പിന്നിലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഈ ചിന്ത പിന്നീട് ഒരു ഭ്രാന്തൻ അഭിനിവേശമായി ചെന്താമരയ്ക്ക് പരിണമിക്കുകയായിരുന്നു. തൻ്റെ ജീവിതം തകർത്തതിന് ആ കുടുംബത്തെ ഒന്നടങ്കം വേരോടെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു പിന്നീട് ചെന്താമരയ്ക്കുണ്ടായത്. അതായത് ഒരാളെ കൊലപ്പെടുത്തി ആ ശിക്ഷ കിട്ടി പുറത്തിറങ്ങിയിട്ട് വീണ്ടും കൊലപാതകം ചെയ്യാൻ ചെന്താമര തുനിഞ്ഞു എന്നത് എത്രത്തോളം ക്രൂരമായ മാനസികാവസ്ഥയാണ് ചെന്താമരയ്ക്കുള്ളത് എന്നതിന് തെളിവാണ്. അയാളുടെ കുറ്റകൃത്യങ്ങളുടെ രീതി പരിശോധിച്ചാൽ ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കാണാൻ കഴിയും. അതായത് തന്നെ തകർത്തു എന്ന് താൻ ആരോപിക്കുന്ന ആ കുടുംബത്തെ ഒന്നടങ്കം വേരോടെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം. 2019 അയൽക്കാരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി, അതായത് സജിതയെ കൊലപ്പെടുത്തുന്നു. 2025 തിരിച്ചെത്തിയപ്പോൾ ഭർത്താവിനെയും സുധാകരനെയും തുടർന്ന് തടയാൻ വന്ന വൃദ്ധയായ അമ്മയും വകവരുത്തുന്നു. ഇതിൽ നിന്നും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്ത കൊലപാതകങ്ങളല്ല. തൻ്റെ ജീവിതം തകർത്തുവെന്ന് അയാൾ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെ വേരോടെ പിഴുതെറിയാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ആ നടത്തിയത്. എന്തായാലും ഇനിയും ചെന്താമരമാരുണ്ടാകാൻ പാടില്ല, ചെന്താമരമാരെ ഉണ്ടാക്കാനും പാടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.